ആയത്ത് പറയുമ്പോ അതിനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. വസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സൂറത്തുൻ നഹ്ലിന്റെ 43-ാമത്തെ വചനം. ഇതിലെന്താണ് അല്ലാഹു പറഞ്ഞത്? വസ്അലൂ, നിങ്ങൾ ചോദിച്ച് പഠിക്കണേ, ചോദിക്കണേ. അഹ്ലദ്ദിക്രി, ആരാണ് ഈ അഹ്ലുദ്ദിക്ർ? ഇമാം റാസി പറഞ്ഞു അദ്ദിക്റു യഅനി അഹ്ലുൽ ഇൽം. കണ്ടോ, വിവരമുള്ള പണ്ഡിതന്മാരെ, മുൻഗാമികളോട് നിങ്ങൾ ചോദിക്കണം, പഠിക്കണം. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ. മുൻഗാമികൾ പോലെ നമുക്ക് വിവരമില്ലാന്ന് ഉറപ്പല്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മനപ്പാഠമാക്കിയ ഹദീസ് എത്രയാ? 10 ലക്ഷം ഹദീസ് 4ാമത്തെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ മനപ്പാഠമാക്കി. അപ്പൊ അതിന് മുകളിലുള്ളവരെ പറയണ്ടല്ലോ. അല്ല മുജാഹിദെ, അനക്കെത്ര ഹദീസ് അറിയാ? 10 ഹദീസ് പോലും അവൻ അറിഞ്ഞുകൂടാ. അപ്പൊ അറിവില്ലാത്തവൻ അറിവുള്ളവനെ സ്വീകരിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്ക്, ബിലാൽ ഇബ്നു ഹാരിസ് സ്വഹാബി അല്ല എന്ന് പറഞ്ഞ ടീം, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്ത് തെളിവല്ല എന്ന് പറഞ്ഞ ടീം വലിയ വലിയ അലിമീങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചു പോയി. മുൻഗാമികളെ മൊത്തം തള്ളി. ഞാൻ കൊണ്ടുവരാം, ബാലുശ്ശേരിയെ തന്നെ എടുക്കാം. മുജാഹിദ് ബാലുശ്ശേരി, അയാൾ പേരെന്നെ മുജാഹിദ് എന്നാണല്ലോ, അതുകൊണ്ട് അയാൾ മുജാഹിദ് അല്ല എന്ന് ആരും പറയില്ല. അയാൾ നോക്കൂ നിങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, നമ്മളാ പണ്ഡിതന്മാരുടെ കാലിന്റെ അടിയിലുള്ള ചേറാവാൻ പോലും പറ്റൂല. അത്രയും മല പോലെയുള്ള ആലിമീങ്ങൾ. അത് പഠിച്ചവരൊക്കെ ഇവരുടെ വിവരമറിയൂ. ഞാൻ ഒരൊറ്റ ആലിമിനെ കൊണ്ടുവരാ. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മളെ കോളേജുകളിലും ദർസുകളിലുമൊക്കെ വലിയ വലിയ ഹദീസിന്റെ കിതാബുകൾ നോക്കുമ്പോൾ ഏറ്റവും പ്രഗൽഭ കിതാബ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി അതിന് വ്യാഖ്യാനം എഴുതിയ കൂട്ടത്തിൽ പ്രധാന വ്യാഖ്യാനമാണ് ഇർഷാദുസ് സാരി. സ്വഹീഹുൽ ബുഖാരിക്ക് പ്രാമാണികമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്തല്ലാനിയെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അദ്ദേഹം ധിക്കാരിയായ മനുഷ്യൻ എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇമാം ഖസ്തല്ലാനി ധിക്കാരിയായ മനുഷ്യൻ. ബിലാൽ ഇബ്നു ഹാരിസ് സ്വഹാബിയല്ല. ഉമർ ഇബ്നു ഖത്താബിനെ സ്വീകരിക്കാൻ പറ്റൂല. മുൻഗാമികളെ മൊത്തവും തള്ളണം. ഈ വഴി എങ്ങോട്ടാണ്? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. സ്വീകരിക്കാൻ പറ്റൂല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്ന് ശ്രദ്ധിച്ചോളൂ. ധിക്കാരിയായ മനുഷ്യൻ. അതിനൊരു കാരണം കേട്ടോ, അതും കൂടി പറയാം. എന്താ? ഇമാം ഖസ്തല്ലാനി പറഞ്ഞു, നല്ല സുന്നിയുള്ള ഇമാമിങ്ങളൊക്കെ, അതുകൊണ്ട് ഖസ്തല്ലാനി ഇമാം പറഞ്ഞു നബിദിനം സുന്നത്താണ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ബിലാൽ ഇബ്നു ഹാരിസ് സ്വഹാബി അല്ലാതെ എങ്ങനെ ജാറത്തിന്റെ അടുത്ത് പോയി ഇസ്തിയാസ ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ സ്വീകരിക്കപ്പെടാതിരുന്നത്? തറാവി 20 നിസ്കരിച്ചു. അപ്പൊ ഇവർക്ക് പറ്റാത്തത് ചെയ്താൽ എല്ലാ ഇമാമിനെയും തള്ളും. ഇമാം ഖസ്തല്ലാനിയെ ബാലുശ്ശേരി തള്ളുന്നു. കണ്ടോ? വെക്ക്. ഇമാം ഖസ്തല്ലാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണല്ലോ നാം പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ? ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. വിശുദ്ധ ഇമാം ഖസ്തല്ലാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണല്ലോ നാം പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ? ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ. കണ്ടോ? ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്തല്ലാനി ധിക്കാരിയായ മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത മനുഷ്യൻ. ചിന്തിക്കണം, നിങ്ങൾ നന്നായി ചിന്തിക്കണം. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകളോട് അൻസാറുകളോട് പിൻപറ്റിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ, അപ്പണ്ഡിതന്മാരോട് ഗുണകാംക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അപ്പണ്ഡിതന്മാരെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇയാള് പറഞ്ഞ ധിക്കാരിയായ മനുഷ്യൻ. ഇയാള് പൊതുവെ കട്ടിയുള്ളതാ പറയല്, ഇങ്ങനത്തതേ പറയൂ.
അതിന് അയാൾ പറയുന്ന ഒരു കാരണം എന്തെന്ന് കേട്ടോളൂ, അത് ഇടക്ക് നല്ലതാണ്. അയാൾ ഈ പോയത്തെ മാത്രം പറയുമ്പോ നമ്മളൊരു സ്ഥലത്തുനിന്ന് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനെ വല്ലാതെ പറയുന്നു, അതിന് അയാൾ കാരണം പറയുന്നുണ്ട് മുജാഹിദ് ബാലുശ്ശേരി, അതൊന്ന് ഇടക്ക് കേട്ടോളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് കുറച്ച് കട്ടിയല്ലേ, ലേശം കട്ടിയാണിത്, ദീനല്ലേ, അതിന് കുറച്ച് കട്ടി കൂടും, ഗാംഭീര്യം കൂടും. പിന്നെ ഇത് പറയുന്നത് മുജാഹിദുകളല്ലേ, കുറച്ച് സ്ട്രോങ് കൂടും. പിന്നെ ഇത് പറയുന്നത് ഒരു മുജാഹിദും അല്ലേ, അപ്പൊ സ്ട്രോങ് കുറച്ചുകൂടി കൂടും. അങ്ങനെ ആകെ സ്ട്രോങ് കൂടിയത് അപ്പങ്ങൾ ഈ കേൾക്കുന്നത്. എല്ലാം കൂടി സ്ട്രോങ് കൂടി മുൻഗാമികളെ മൊത്തം തള്ളി. ഖുർആൻ പറഞ്ഞതൊക്കെ എവിടെ എത്തി? ഖുർആൻ പറഞ്ഞത് എവിടെ എത്തി? നിങ്ങൾ പറ. ഇതാ നമ്മൾ പറഞ്ഞത് വമയ്യുത്തുഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഇവിടെ. നിങ്ങൾ പറയൂ, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്ന് മാത്രമല്ല, നമ്മുടെ ഉപ്പാപ്പമാര് എത്രത്തോളം വലിയ വലിയ ആലിമീങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ അടുത്ത കാലത്ത് ജീവിച്ച മഹാന്മാര് അവരിവിടെ അവരുടെ ഊർജവും എൽമുമൊക്കെ ചെലവഴിച്ച് നല്ല വഅള് പറഞ്ഞു. ശർവാനി ഉസ്താദിനൊക്കെ അറിയാം. ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് ആലിമീങ്ങളാണ്. ഈ അടുത്ത് ജീവിച്ച ഒരുപാട് വഅലീങ്ങളും നമ്മുടെ നേതാക്കളും. ഇപ്പൊ ഇവര് നാലാള് വന്നിട്ട് എന്താ ചെയ്തത്? നമ്മളെ ഇമാമീങ്ങളെയും ഉസ്താദുമാരെയും ഒക്കെ കളിയാക്കി. സക്കരിയ സലാഹി പണ്ടത്തെ വയലിനെ കളിയാക്കുന്നെന്ന് കേട്ടോളൂ. എല്ലാം കളിയാക്കുക, പരിഹസിക്കുക, മുൻഗാമികളെ മൊത്തം. അതാണ് ഈ വിഭാഗം. സക്കരിയ സലാഹി നമ്മളെ പഴയ കാലത്തുള്ള വയലിനെ മൊത്തം കളിയാക്കുന്നത് നോക്കിക്കോ. പണ്ടൊക്കെ വയലറിയുമ്പോഴേ വല്ല മലയാളത്തിൽ പയക്കം പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലോ ഈ ഓമീൻ പാതിരാവയെന്ന് അല്ലേ? മുഹമ്മദ് ബഹുമാനപ്പെട്ട ആദരവായ, എവിടെ പോയി പാദരവായി നേന്ത്രവായൊക്കെ? അതൊന്നും ഇല്ലല്ലോ. എന്നാ എപ്പോഴാ തുടങ്ങിയത്? മഗ്‌രിബിനോട് തുടങ്ങും. മൗലായ സല്ലീവ സാ ലിംദായി മനാബദാ. പിന്നെ കൽത്തപ്പക്കണ്ട ലേലം, കോഴിമുട്ട ലേലം, പിന്നെ ദ്വാരക്കാൻ കൊടുത്താലെ പൈസ വായിക്കല്, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇലാഹദർത്തിക്ക് പോസ്റ്റിങ് ഒക്കെപ്പാടെ കഴിഞ്ഞ് 10-12 മണിക്കാണ് തുടങ്ങുക. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാ മോനെ ഇസ്ലാമിക പാരമ്പര്യവും ഈ കാണുന്ന പള്ളി മദ്രസൊക്കെ ആലിമീങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. കൃത്യമായി മനസ്സിലാക്കണം. ഈ വഅദും പരിപാടി എത്ര പള്ളികളും മദ്രസകളും ഇവിടെയുള്ള ആലിമീങ്ങൾക്കറിയാം. വഅദ് പറഞ്ഞ് ലേലം ചെയ്ത് പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും സംഭാവന ചെയ്ത്, അത് ഉസ്താദുമാരെ പോക്കറ്റിക്ക് വെക്കാനല്ല. ഇതെല്ലാം ഇവിടുത്തെ ഇസ്ലാമിക ചൈതന്യം കേരളത്തിൽ ഉണ്ടാക്കിയ പള്ളികളും മദ്രസകളും ഈ വഅദുകളുടെ സംഭാവനയല്ലേ? നമ്മളൊക്കെ മദ്രസ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടല്ലേ ചെറുപ്പത്തിലെ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്ക്, തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി നോക്ക്, ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് നോക്ക്, ഫാത്തിഹ അറിയുന്ന ആളെന്നെ വലിയ പണ്ഡിതനാവും അവിടെ ഇല്ല. അതൊക്കെ നമ്മളെ ആലിമീങ്ങളുടെ ദീർഘവീക്ഷണ. ഈ ആലിമീങ്ങളെയും മുൻഗാമികളെയും തള്ളിയാൽ ഇവരെങ്ങോട്ടാ? അതാ ഞാൻ ചോദിക്കുന്നത്. ഉമർ തങ്ങൾ വേണ്ട, ബിലാൽ ബിൻ ഹാരിസ് തങ്ങൾ വേണ്ട, നബി തങ്ങൾ വേണ്ട, ഇവരാരും വേണ്ട. പിന്നെ ബൽക്കൊരു നേതാവുണ്ട്. ആരാ? അത് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുതരും. ഇവരെ നേതാവ് ആരാണ്? അതൊന്ന് പറയും ബാലുശ്ശേരി. വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലെ? ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ മനുഷ്യനായ ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുസരണയുള്ള അതവുള്ള അനുയായികളാണ്. അല്ലാഹു നമ്മളെയൊക്കെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. അതല്ലേ ശരി. ഈ മുൻഗാമികളൊന്നും വേണ്ട. മെലിഞ്ഞ് കറുത്ത് ഫൂ അറിഞ്ഞൂതിയാൽ പറഞ്ഞ ഒരു നേതാവിന്റെ കൂടെ പോയിട്ട് സ്വർഗത്തിലെത്താനാകുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിട്ടിട്ട് എങ്ങോട്ട് പോകാനാണ്? ഞാൻ ചോദിക്കുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാ വലിയ ഭാഗ്യമുള്ള നാടാണ്. കേരളക്കര എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു സന്തോഷമുള്ള നാട്. ഇവിടെ ആരാണ് ദീൻ പഠിപ്പിച്ചത്? ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ
ഇവിടെ വന്നു, അവര് ദീൻ പഠിപ്പിച്ചു. എന്നിട്ട് ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾ അവരെ സ്വീകരിച്ചു, അവർക്ക് വേണ്ടതൊക്കെ നൽകി. അങ്ങനെ ഈ കേരളത്തിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി. കണ്ണൂർ ജില്ലയിലെ മാടായിപ്പള്ളി നിങ്ങൾ പോയി നോക്ക്. അവിടെയൊക്കെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്നു, മുൻഗാമികളുടെ വഴി തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷേ ആരാണ് പിന്നെ ഈ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വെള്ളവും വളവും നൽകി വളർത്തിയത്? മുൻഗാമികളുടെ പാത വെടിഞ്ഞ് ചില ആളുകൾ, ഒന്ന് കെ എം മൗലവി, ഞാൻ വെറുതെ പറയല്ല, ഇവര് പറയും ചിലപ്പോ ചില സുന്നി പണ്ഡിതന്മാരൊക്കെ മുജാഹിദാകുന്നുണ്ട്. ഞങ്ങളിവിടെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് എല്ലാവരും സുന്നികളായിരുന്നു. അതാണ് മുൻഗാമികൾക്ക് മുജാഹിദ്. ഇമാമികളുടെ കാലത്ത് ഇവിടെ മുജാഹിദുണ്ട്. എന്നാ മുജാഹിദ് വന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അത് കെ എം മൗലവിയല്ലേ കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയത്. അതിപ്പോ നേരത്തെ സക്കരിയ സുറായി പറഞ്ഞല്ലോ, എന്ത് കെ എം മൗലവി മുതൽ ആര് വരെ? ഉമർ മൗലവി വരെ. അതേപോലെ ആകെ ദീന്. നിങ്ങൾ ചിന്തിക്കണം, ഈ കെ എം മൗലവി അയാൾ ആരായിരുന്നു? അയാളും പണ്ട് മുസ്ലിയാരായിരുന്നു. അയാള് തലയെ കെട്ടിയൊരു മുസ്ലിയാരായിരുന്നു. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അയാൾ മുസ്ലിയാരായിരുന്നു. അയാൾ പിന്നെ മുജാഹിദായി. നിങ്ങൾ നോക്കണം, എല്ലാവരും അടിസ്ഥാനപരമായി ഇവിടെയുള്ള ദീൻ ഏതാണെന്നാ ഞാൻ പറയുന്നത്. കെ എം മൗലവി എന്ന മുജാഹിദിന്റെ സ്ഥാപക നേതാവെന്ന് പറയാൻ പറ്റുന്ന, കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ അയാള് തന്നെ ആരാന്ന് സക്കരിയ സുലൈഹി പറയുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരെ ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര് മാറാൻ തുടങ്ങി. കെ എം മൗലവിയും ഇ കെ മൗലവിയും ഒക്കെ തലേക്കെട്ടിയ മുസ്ലിയാക്കന്മാരായിരുന്നു. കെ എം മൗലവിന്റെ ശരിയായ പേരെന്താറിയോ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്നതിനനുസരിച്ച് തിരുത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അന്നൊക്കെ അപ്പോ തെളിവ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് കയറിയാൻ അവിടെ ഒരു സാധനം വേണ്ടേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ദീൻ സ്വഹാബത്ത് പഠിപ്പിച്ച വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ മാ അന അലൈഹി വഅസ്ഹാബി എന്നൊക്കെ പറഞ്ഞ മുഅ്മിനീങ്ങളല്ലേ ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് എത്ര കാലമായി? നിങ്ങളൊന്ന് പരിശോധിക്ക്. ഞങ്ങളിത് വെറുതെ പറയല്ല. ഈ കടുങ്ങാത്തുകുണ്ടിലുള്ള ഇവിടെ നമുക്ക് ഒരുപാട് ഉസ്താദുമാരുടെ സാന്നിധ്യവും മുഅ്മിനീങ്ങളൊക്കെ ഉള്ള നാടാണല്ലോ. വളരെ ചുരുങ്ങിയ ആളുകൾ തെറ്റിദ്ധരിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് ഈ 5 ദിവസം വളരെ കൃത്യമായ വിഷയം പറയുമ്പോ പലരും നന്നായി തന്നെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നന്നായി ചിന്തിക്കണം. കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു അഹ്ലുസുന്ന മുൻഗാമികളുടെ പാതയാണ്. മാടായിപ്പള്ളിയുടെ ചുമരിൽ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്, ഈ പള്ളി ഉണ്ടാക്കിയത് ഹിജ്റ 5-ാം വർഷമാണ്. ഹിജ്റ 5-ാം വർഷം എന്ന് പറഞ്ഞാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിന്റെ മണ്ണിൽ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഇല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് എന്തായാലും ഉണ്ടാക്കി, ഒരു തർക്കവുമില്ല. എന്നാ കേട്ടോ, മുജാഹിദ് എന്നാ ഉണ്ടാക്കിയത്? ഇവര് പറയുന്നതിന് എന്താണെന്നറിയോ? ഇവരെ അവകാശവാദം തന്നെ ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എന്നാണ്. അപ്പൊ 14 നൂറ്റാണ്ട് പഴക്കമുള്ള കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും ആ പ്രസ്ഥാനവും വന്നിട്ട് എത്ര കാലമായി എന്ന് മുജാഹിദ് മൗലവി തന്നെ പറഞ്ഞു തരുന്നു. ശരിക്ക് കേട്ടോളൂ. മുൻഗാമികളുടെ പാത എന്ന് കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ചോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചോ ഒരു കാരണവശാലും പറഞ്ഞുകൂടാ എന്നാണ് നമ്മൾ പറയുന്നത്. അത് മുജാഹിദ് തന്നെ പറയുന്നത്. ശ്രദ്ധിച്ചോ. ഏകദേശം 1 നൂറ്റാണ്ട് കാലത്തോളമായി കേരളക്കരയിൽ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തങ്ങളായ ദഅ്വാ പരിപാടികളിലൂടെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറഞ്ഞേ? ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി ഇയാൾ തന്നെ പറഞ്ഞു. നമ്മുടെ ദീനതാണോ? നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഞാൻ പറയുന്നതിൽ അവ്യക്തതയുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചോ, ചോദിക്കണം. അതിനാണ് മുഖാമുഖം ഓരോ ദിവസവും വെച്ചത്. ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു സ്വീകരിക്കുന്ന ദീൻ അതെന്താണ്?
അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ഈ ദീനുൽ ഇസ്ലാം? അതാണ് ആ ദീനുൽ ഇസ്ലാമിന്റെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാണ് മുൻഗാമികളുടെ പാത. എന്താണ് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? ശരിക്ക് കേട്ടോളൂ. അഹ്ലു സുന്നത്ത് ജമാഅത്ത് 3 വാക്കാതിലുള്ളത്. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ ഉന്നയിൽ പറഞ്ഞു, മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചര്യയാക്കി കാണിച്ചത്. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ മത്തഫഖ അലൈഹി സ്വഹാബ, സ്വഹാബത്ത് ഐക്യകണ്ഠേന ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് കാന്തപുര ഉസ്താദ് ഉണ്ടാക്കിയ പേരാണ്. എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ കേൾക്കുമ്പോ അത് AP ഉസ്താദ് അത് AP ഉസ്താദോ ശംസുൽ ഉലമ EK അബൂബക്കർ ഉസ്താദ് അവരുകളോ ഉണ്ടാക്കിയതല്ല. അത് നബി തങ്ങൾ തന്നെ ഇവിടെ പഠിപ്പിച്ച പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. ഞാൻ അതിന്റെ തെളിവാണ് പറയുന്നത്. ശരിക്ക് കേട്ടോ. സൂറത്തു ആലി ഇമ്രാനിന്റെ 107-ാമത്തെ വചനം, യൗമ തബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. അല്ലാഹു തആല പരലോകത്തെ ഒരു രംഗത്തെ കുറിച്ച് പറയുന്നു. എന്താണ് പരലോകത്തെ കുറിച്ച് പറയുന്നത്? അവിടെ ചില മുഖങ്ങൾ വെളുക്കുന്ന ദിവസം, വേറെ ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോകുന്ന ദിവസം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതാ فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. അവർക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, وأما الذين بيضت وجوههم ففي رحمة الله. മുഖം വെളുത്ത് പ്രകാശിക്കുന്ന വിഭാഗം അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്. സൂറത്ത് ആൽ ഇമ്രാനിന്റെ 107-ാമത്തെ വചനം. ഇവിടെ നിങ്ങൾ പരിശോധിക്കൂ, തഫ്സീറായ എല്ലാ തഫ്സീറിലും കാണാം ആരാണ് ഈ പരലോകത്ത് മുഖം പ്രകാശിക്കുന്ന വിഭാഗം. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെറിയ കുട്ടിയായപ്പോൾ നബി തങ്ങൾ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ തലയിൽ കൈവച്ച് പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഈ കുട്ടിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ, അല്ല ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തത് ആരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന തഫ്സീർ എന്താണെന്നറിയോ? മുഖം പ്രകാശിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഐ യൗമ തബിയല്ലു വുജൂഹ് എന്നതിന്റെ തഫ്സീർ പറയുന്നു, ആ മുഖം പ്രകാശിക്കുന്ന വിഭാഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. ആരാ പറഞ്ഞേ? സ്വഹാബിയായ സ്വഹാബികളുടെ വ്യാഖ്യാതാക്കളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അപ്പൊ ആ പേരുന്നുണ്ടായതാ അല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്. ഇമാം ഖുർത്തുബി അത് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മുജാഹിദുകൾ ആദരിക്കുന്ന ഷൗക്കാനി പോലും അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീർ എന്ന തഫ്സീറിൽ പറഞ്ഞു, ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞത് മുഖം പ്രകാശിക്കുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണ്. ആർക്കും തർക്കമില്ല. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വെറുതെ പറയില്ലല്ലോ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ് എന്ന് നബിതങ്ങളിൽ നിന്ന് കേട്ടിട്ടല്ലേ പറയാ തഫ്സീർ. അപ്പൊ നബിതങ്ങളിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കിയ പേരാണിത്. പക്ഷേ നമ്മളെ സക്കരിയ സലായിക്ക് അതാണ് വലിയ ദേശം. അതിന് പിന്നെ മൂപ്പർക്ക് ഗ്രൂപ്പൊന്നുമില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആരൊക്കെ അവരൊക്കെ എതിർക്കുക, മുൻഗാമികളെ എതിർക്കുക, ഇതാണ് അവരെ സ്വന്തം പണി. കണ്ടോ നിങ്ങൾ എല്ലാ സുന്നികളെയും എതിർക്കുന്ന സക്കരിയ സലാഹിയെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിലാ പറയുന്നത്, ഇതിൽ നമുക്കൊരു ഗ്രൂപ്പില്ല, ഒരു സംഗതിയില്ല. ദീൻ അതുപോലെ പറയാ. അപ്പുറത്തുള്ള മുജാഹിദ് നേതാക്കൾ എല്ലാവരെയും എതിർക്കുന്നവരാണ്, എല്ലാവർക്കും എതിരാണ്. മുജാഹിദ് നേതാവായ സക്കരിയ സലാഹിയെ തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം അദ്ദേഹമാണല്ലോ ഇപ്പൊ വലിയ ആളായി കൊണ്ടുപോകുന്നത്. അടുത്ത ജനറൽ സെക്രട്ടറി ആളുള്ള ആളുമാണ് എന്ന് പറയപ്പെടുന്നു. ഏതാരാവട്ടെ അയാൾ തന്നെ പറയുന്നു എന്ന് ശ്രദ്ധിച്ചോ, സുന്നത്ത് ജമാഅത്തിനെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട്. ഇവിടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാര് AP EK ആന ടൈഗർ ഏതായിക്കോട്ടെ, ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന്. ആരൊക്കെ? AP EK ആനട്ട ഇങ്ങനെല്ലാം ആർക്കും തെളിയിക്കാൻ കഴിയൂല. തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അള്ളയും റസൂലും പഠിപ്പിച്ച ദീനാണ് മുഹാജിറുകളും അൻസ്വാറുകളും പഠിപ്പിച്ചത്, അതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്, അതാണ് ഞങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചത്. ആ മാർഗത്തിലുള്ളത് സുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. നേരത്തെ ഫൈസൽ ഹസൻ പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ ഖുബൂരി ഖുറാഫി എന്നൊക്കെയാണ് സാധാരണ നമ്മൾ അവരെ വിളിക്കുക.
നമ്മളവരങ്ങനെയാ വിളിക്കേണ്ടിന്നർത്ഥം. അവരിങ്ങോട്ട് വിളിക്കുന്നത് വെറുതെ വിളിക്കാണ്. യഥാർത്ഥത്തിൽ വിളി അവരെയാണ് വിളിക്കേണ്ടത്. സക്കരിയ സ്വലാഹി ആ പേര് നമുക്ക് തരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോളൂ. അത് ഞാൻ വെറുതെ പറയല്ല, എല്ലാവർക്കും അയാൾ കൊടുക്കുന്ന ഒരു പേരാണ്. സക്കരിയ സ്വലാഹി തന്നെ പറഞ്ഞോട്ടെ. അത് ഒന്ന് പറയും സക്കരിയ സ്വലാഹി. അതുകൊണ്ട് അവരെ കുറിച്ച് ഖുബൂരി എന്നോ ഖുറാഫി എന്നോ പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഖുറാഫി എന്ന് പറഞ്ഞ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അങ്ങനെ സഹാബത്ത് കാണിച്ചെന്നിട്ടോ എന്നും നോക്കണ്ട. ഏതെങ്കിലും ഹോജാക്കന്മാരെ കിറക്കിതാബിലുള്ള കാലഹീലകളൊക്കെ അതൊക്കെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി വിശ്വസിച്ച് നടക്കുന്നവൻ, അതാണ് ഖുറാഫി എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ AP, EK, ആന, ടൈഗർ എന്ന് തുടങ്ങി ഏത് ഗ്രൂപ്പിനെടുത്ത് നോക്കിയാലും എല്ലാവർക്കും വേണം ഖബറും ജാറും. ജാറത്തുമെന്ന് വിട്ടൊരു ഏർപ്പാട് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഖബർ ആരാധന, ഖബറിലുള്ളവരോട് പോയി പ്രാർത്ഥിക്കുക, അവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനത്തെ പ്രത്യേക ഖബറുകളിലേക്ക് യാത്ര പോവുക, അതിനുവേണ്ടി സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുക, ഇതിലൊന്നും അവർക്കിടയിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ഖുബൂരി എന്ന് വിശേഷിപ്പിക്കുന്നത്. മൊത്തത്തിൽ സമസ്തക്കാരെന്ന് പറയുന്നത് AP-യും സമസ്തയാണ്, EK-യും സമസ്തയാണ്. മറ്റവർ പിന്നെ അതാണ് നിങ്ങൾ പറയാ അഹ്ലു സുന്നത്തി വൽ ജമാഅ. നിങ്ങൾ വെറുതെ പറയില്ല. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് മുൻഗാമികളാണ്. അതാണ് മാന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞത്. നിങ്ങൾ അതിനെതിരാണ്. നിങ്ങൾ എതിരാന്ന് മാത്രമല്ല, ഈ മുസ്ലിം പണ്ഡിതന്മാരെ മുഴുവനും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, നിങ്ങൾക്കെതിരെയല്ല എന്റെ പ്രഭാഷണം. നിങ്ങൾ നന്നാവണം, എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ വരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ സത്യമായ ദീന് മനസ്സിലാക്കിക്കോ. കണ്ടോ, ഞങ്ങൾ വെറുതെ പറയല്ല. ഈ പണ്ഡിതന്മാരെ ഷാഫി ഇമാമിനെയും ഹനഫി ഇമാമിനെയും തുടങ്ങി നമ്മുടെ മുൻഗാമികൾ മുഴുവനും സുന്നി പ്രസ്ഥാനം, സുന്നി എന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതിന്റെ ചുരുക്കപ്പേരാണ് സുന്നി. ഇതിനോട് എന്തൊരു ദേശീയ മുജാഹിദ് ബാലുശ്ശേരിക്കൊക്കെ. അയാളൊരു ദുആഇൻ നിങ്ങൾ കേട്ടോ. മുജാഹിദ് ബാലുശ്ശേരി ദുആരിക്കൽ തന്നെ എങ്ങനെയെന്നറിയൂ? നമ്മളൊക്കെ ശൈത്താന്മാരൊപ്പാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാർ. ഒന്ന് കേട്ടോ ഇയാളെ പ്രാർത്ഥന പോലും. എല്ലാം മുൻഗാമികൾക്കെതിരെ. മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ദ്വാരക്കട്ടെ, ഒന്ന് കേൾപ്പിച്ചു. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അറിയോ? അള്ളാഹുവെ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ശപിക്കപ്പെട്ട മുസ്ലിയാക്കന്മാരിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാ. എനിക്ക് ഏറ്റവും പേടി ഈ വർഗത്തെയാണ്. അത് ശരിയാണ്, ഏറ്റവും പേടി ഞങ്ങളെ തന്നെ. കാരണം എന്താ, എല്ലാ വാദപ്രതിവാദത്തിനും തോൽക്കലല്ലേ പണി. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എപ്പോഴെങ്കിലും ഒരു മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഇവര് ചോദിക്കും, അല്ലല്ല അല്ല നിങ്ങൾക്ക് എവിടുന്നേ ഇപ്പത് കിട്ടിയത്? അങ്ങനെ ഉണ്ടോ? നബി എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് വേറൊരു കാര്യം. പക്ഷേ ഇവൻ ചോദിക്കാണ്, അങ്ങനെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ദിക്ർ ഖുർആനിലുണ്ടോ? നിങ്ങൾ ചിന്തിക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ, അങ്ങനെ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതല്ലേ? അതിന്റെ ഗൗരവം എന്താ? അത് നിങ്ങൾ ചിന്തിച്ചോ? വമിനൽ ഉലമാഇ സുന്നി എന്ന് പറഞ്ഞാൽ മുഴുവൻ സുന്നി പണ്ഡിതന്മാരും ശപിക്കപ്പെട്ടവരാണെന്നല്ലേ? ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ പിശാചാണെന്നല്ലേ? ഈ പിശാചാക്കിയാൽ അതിന് ഷാഫി ഇമാമ് പെടൂലേ? ഹംബലി ഇമാമ് പെടൂലേ? മുസ്ലിം ലോകം മുഴുവനും പെടൂലേ? അല്ലേ? നിങ്ങൾ പറ. അതിന്റെ കുരുത്തക്കേടാവണം പലർക്കും തട്ടിപ്പോയതിരുന്നു. ശരിക്കും ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞങ്ങളൊന്നും ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. നിങ്ങൾ ചിന്തിക്കണം. ഒരു സക്കരിയ സലാഹി തന്നെ പരമ്പര പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, KM മൗലവി മുതൽ ആര് വരെ, ഉമർ മൗലവി വരെ. ഉമർ മൗലവി ഇവിടെ വന്നിട്ട് ചെയ്തത് എന്താണ്? എന്റെ കയ്യിൽ ധാരാളം പത്രങ്ങളുണ്ട്, ഞാൻ അതൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. അതിലൊക്കെ പറഞ്ഞത് മുൻഗാമികളെല്ലാവരും മോശക്കാരാണെന്നാണ്. അവരെ ഒന്നും പിൻപറ്റിക്കൂടാ, സ്വയം ഖുർആനും ഹദീസും ഗവേഷണം ചെയ്യണമെന്നാണ് ഇത് പഠിപ്പിച്ച ഉമർ മൗലവി. പക്ഷേ അയാളുടെ അവസാനം സംഭവിച്ചത് എന്താണ്? ഒന്ന് കാണൂ. ബഷീർ മാസ്റ്ററെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ആ സ്ക്രീനിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. ഒരാളെ നിങ്ങൾക്ക് കാണാം. ആരാ ഇയാള്? ഉമർ മൗലവിയുടെ മൂത്ത മകൻ ബഷീർ മാസ്റ്റർ. മുൻഗാമികളെ മുഴുവൻ തള്ളി പുതിയ മുജാഹിദുണ്ടായപ്പോ അവസാനം എത്തിപ്പെട്ട ഗതികേടാണ്. ചിന്തിക്കണം. ഉമർ മൗലവി അദ്ദേഹം
കൈപിടിച്ച് വളർത്തിയ സ്വന്തം മകൻ ബഷീർ മാസ്റ്റർ, നിങ്ങൾ പോയി നോക്ക്. മണ്ണാർക്കാട് അടുത്തയാൾ ഇപ്പോൾ ഒരു ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സുജീവനം. അയാളെ മക്കൾക്ക് പോലും അയാൾ പേരിട്ടത് കൃഷ്ണൻ ബിസ്മി. അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് സർവമത സത്യവാദിയായി അയാളെ ഭാഷയിൽ തന്നെ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. മിനലുലമായി സുന്നിയൻ എന്ന് മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറഞ്ഞതല്ല, സൽസബീലിൽ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മാത്രം പറയല്ല, ഓ മിനലുലമായി സുന്നിയൻ, സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് കൂടി പറയണം. അതിന് അള്ളാഹ് കൊടുത്തതാ, അത് കൊടുത്തു എന്ന് മാത്രമല്ല, ഒന്നും കൂടി പറയവിടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഇ.കെ. ഹസൻ മുസ്ലിയാർ നമ്മുടെ മുൻഗാമിയാണ്. ആലിമീങ്ങളും മൗലിയാക്കളും പഠിപ്പിച്ച ദീൻ പഠിപ്പിച്ച ആളാണ്. പക്ഷേ ഇ.കെ. ഹസൻ മുസ്ലിയാർ വഫാത്താകുന്ന സമയത്ത് ഉമർ മൗലവി ഒരു കത്തയച്ചു. എന്താ കത്തിലുണ്ടായിരുന്നത്? ഓ ഉമർ മൗലവി എഴുതിയ കത്ത്, ഓ ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം ആവണം. അപ്പൊ നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിം ആകണം, ഇല്ലെങ്കിൽ നിങ്ങൾ കുറ്റുണ്ട് എന്ന് പറഞ്ഞ് കത്തയച്ചു. അവസാനം ആ കത്തിന് അവകാശിയായി എഴുതിയ ആളെ മകൻ തന്നെ മാറി. കാലം സാക്ഷിയാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയോ? ആ കത്ത് നമ്മൾ അന്ന് എടുത്തു വെച്ചു. ഈ അടുത്ത് നമ്മള് ഉമർ മൗലവിന്റെ മകന്റെ അടുത്ത് എന്ന് ഈ കാണുന്ന സാധനത്തിന്റെ അടുത്ത് നമ്മളെ മുഹമ്മദ് രാമന്തലിയുടെ നേതൃത്വത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വാപ്പങ്ങൾക്ക് പണ്ടൊരു കത്ത് എഴുതി വെച്ചിരുന്നു, അത് പിടിച്ചോളൂ, എങ്ങക്ക് എഴുതിയതാണ്, ഞങ്ങളുടെ നേതാവിന് വന്ന് പേച്ച് വന്നതാണ്, യഥാർത്ഥ അവകാശി നിങ്ങളാണ്. കണ്ടോ ആ കത്ത് കൈമാറുന്ന രംഗം? മുൻഗാമികൾ തള്ളിയതിന്റെ പരിണിത ഫലമാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈമാൻ വേണോ? മുൻഗാമികളുടെ കൂടെ നിന്നോളൂ. അയാളൊന്ന് കാണിച്ചു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ.കെ. ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശരിക്ക് ചിന്തിച്ചോ? അപ്പൊ നിങ്ങളെ കൃത്യമായി ഇങ്ങനെ പോര് നേരായ വഴിയിലല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അപ്പൊ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാം. ചില ആൾ ചോദിക്കും, ഉസ്താദേ പേര് മുസ്ലിമായ പോരെ, അഹമ്മദ്, പോക്കര്, ഹനീഫ, അതുപോലെ സക്കരിയ എന്നൊക്കെ പേരുണ്ടായ പോരെ? പോരാ, പോരാ. ഒന്നുകിൽ ആക്കിബത്ത് ഈ രൂപത്തിലാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികളെ വഴിയിൽ നിന്ന് പോയാൽ അവസാനം ഈമാൻ പോകും. ഇനി ഇതേ രൂപത്തിലായില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പൊക്കെ സ്വീകരിക്കണോ? മുൻഗാമികളുടെ വഴി അഹ്ലുസുന്നത്തി വൽ ജമാഅയിലാവണം. അത് ഞാൻ പറഞ്ഞതല്ല, ഹദീസിലേക്ക് വാ. മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ ഈ ഹദീസ്, മരണം വരെ മറക്കണ്ട. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. നമ്മുടെ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ പഠിച്ച ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ ഹദീസ് മുന്നിൽ നിൽക്കട്ടെ. ലാ യഖ്ബലുല്ലാഹു, അതിന്റെ അർത്ഥം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലിസാഹിബി ബിദ്അത്തിൻ, മുൻഗാമികളുടെ പാത വിട്ട് പുത്തൻ പാദത്തിലേക്ക് പോയവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. ഇരുത്തി പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചോ. സൗമൻ, നോമ്പിനെ സ്വീകരിക്കൂല. അവൻ നോമ്പ് നോൽക്കൂല എന്നല്ല, നോമ്പ് നോറ്റാൽ അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, നിസ്കാരത്തെയും സ്വീകരിക്കൂല. വലാ സ്വദഖത്തൻ, സ്വദഖയെയും സ്വീകരിക്കൂല. വലാ ഹജ്ജൻ, ഹജ്ജിനെയും സ്വീകരിക്കൂല. വലാ ഉംറ, ഉംറയെയും സ്വീകരിക്കൂല. വലാ ജിഹാദ, യുദ്ധത്തിനെയും സ്വീകരിക്കൂല. ഒരൊറ്റ അമലിനെയും സ്വീകരിക്കുകയില്ല. ഗൗരവമല്ലേ ഇത്?
പുത്തൻവാദിയായ ചില ആൾ പറയും, ഓ ഇപ്പൊ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സുന്നിയായ കാലത്ത് നിസ്കാരം ഒന്നുമില്ല, ഇപ്പൊ ഭയങ്കര നിസ്കാരമാണ് മുജാഹിദായപ്പോൾ. ഓ നിസ്കാരിക്കുമ്പോ അതിനെ തടയേണ്ട കാര്യം ഇബ്ലീസിനില്ല. കാരണം സ്വീകരിക്കൂല. സ്വീകരിക്കാത്ത നിസ്കാരം എന്തിനു തടയണം? ഓ നിസ്കരിക്കട്ടെ എന്നാ ഇബ്ലീസ് മനസ്സിലാക്കണേ. കാരണം ഓ നിസ്കരിച്ചാലേ മറ്റുള്ളവനെ വസ്വാസാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് നിസ്കരിക്കാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ആദ്യം പോയി നിസ്കരിച്ച് വാചങ്കായി ഇത് പറയും. അപ്പൊ അതിനു വേണ്ടി ഇബ്ലീസ് നിസ്കരിപ്പിക്കും. അപ്പൊ ക്ലാസ് നമ്മൾ ഉപകാരപ്പെടുത്തണം. അതിന് ഇവലെ മുജാഹിദിന്റെ ആളുകളോട് ഇപ്പൊ ഒരു ഉപദേശമാണ്. ഈ ഉപദേശം ഒന്നും പരലോകത്തുണ്ടാവില്ല കേട്ടോ. എന്താ ഉപദേശം? ഈ അടുത്ത് മുജാഹിദ് ബാലുശ്ശേരി അവരോട് പറഞ്ഞൊരു ഉപദേശം നിങ്ങൾ കേട്ടോളൂ. സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. കണ്ടോ, അങ്ങനെയാണ് ഇപ്പത്തെ ഉപദേശം. സുന്നികളെ വയലിനൊന്നും പോകാൻ പാടില്ല, ചെവി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ ആദർശം മനസ്സിലാക്കി നിങ്ങൾ മരിച്ചുപോയാൽ നിസ്കാരം സ്വീകരിക്കപ്പെടാത്തവരായി. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ മുജാഹിദായ ജമാഅത്തായ ആളുകളോടും ചോദിക്കട്ടെ, നിങ്ങളെ ജീവിതം നിങ്ങൾ പരിശോധിക്ക്. ഇന്ന് സുബിഹി മുതൽ ഇന്ന് വരെ ഇത്രയും സമയത്ത് നിങ്ങൾ എത്ര ദിക്ർ ചൊല്ലി? പറയ്, നിങ്ങൾ മറുപടി പറ. എന്ത് ദിക്റാ നിങ്ങൾ ചൊല്ലിയത്? ഏത് സ്വലാത്താ ചൊല്ലിയത്? പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ എടക്കുളത്തുള്ള അബൂബക്കർ മൗലവിയോട് ചോദിച്ചു നോക്കി, എന്തിനാ നിങ്ങൾ സുന്നിയിലേക്ക് തന്നെ പോകുന്നത്? അയാൾ പറഞ്ഞു, എന്റെ നെഞ്ഞ് പൊട്ടിപ്പോയി. കാരണം ഒരു മുജാഹിദ് മരിച്ചോർത്ത് ചെന്നപ്പോ അവിടെ ദിക്റുല്ല, ഓത്തൂല്ല, ഒന്നുമില്ല, ആരോ ഒരു പശു കിടക്കുന്ന പോലെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അള്ളാന്റെ ദിക്റില്ലാതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സക്കരിയ സ്വലാഹി എന്നൊരു സങ്കടം പറയാണ്, നമ്മളെ മുജാഹിദീങ്ങൾക്കൊന്നും ദിക്റും തോയി അറിയില്ല. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ എങ്ങനെ അറിയത്? സക്കരിയ സ്വലാഹി കാര്യമായിട്ട് സങ്കടം, ഞാൻ വെറുതെ പറയില്ല. അയാൾ പറയുന്നുണ്ട്, നമ്മളെ മുജാഹിദിന് ഇതൊന്നും അറിയണില്ല. ഒന്ന് കേട്ടോളൂ, നിങ്ങളൊക്കെ നിങ്ങളെ കുഴപ്പം തന്നെയാണ്, ഞങ്ങളെ കുഴപ്പമില്ല. നമ്മളെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് കുഴപ്പാ, ദുആയും ദിക്റും വളരെ കുറവാ. അതിനെന്താ അറിഞ്ഞൂടാ? എന്നാ അറിഞ്ഞാ പഠിക്കാൻ ശ്രമിക്കോ? എനിക്ക് 45 ആയില്ലേ, എനിക്ക് 50 ആയില്ലേ, എന്നാലോ മരക്കച്ചവടത്തിന് ഒരു കുഴപ്പമില്ല. കേട്ടങ്ങള്, സുബ്ഹാന ജല്ല ജലാലുഹു. ചിന്തിക്കണം, ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. മുജാഹിദിന് ദിക്ർ അറിഞ്ഞൂടാ, അതിന് ദിക്ർ എവിടെ നിങ്ങൾ ചൊല്ലിപ്പിക്കലുണ്ടോ? ഇന്ന് പഠിക്കാൻ ശ്രമിക്കാവൂല്ല. ശ്രദ്ധിച്ചോ, പഠിക്കാൻ ശ്രമിക്കാതെ പോകണ്ട. ഇനി ശരിക്ക് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോ ഇത് വെറുതെ പറയാണെന്ന് ആരും വിചാരിക്കണ്ട. സഹോദരന്മാരെ, നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കണമെങ്കിൽ നല്ല ഇൽമു വേണം. എന്നിട്ടോ മഹാന്മാരുടെ കിതാബൊന്നും നോക്കാതെ കളിക്കാം. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി വലിയ നേതാവാന്നല്ലേ പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നുണ്ട്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊരു കിതാബ് ഓതിയിട്ടില്ല, ഞാൻ ഈ കിതാബ് ഓതുന്ന പണി എനിക്കില്ല, ആകെ എനിക്കൊരു പരിഭാഷ മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങനെ ബാലുശ്ശേരി പറയുന്നത് കേട്ടോ? ഇവനാണ് ഇപ്പൊ മുൻഗാമികളെ പാത വിട്ട് വലിയ ഇമാമിങ്ങൾ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കേരളത്തിലൊക്കെ നടക്കുന്നതിനെ പറ്റി നിങ്ങൾ വലിയ ആലിമ്, നിങ്ങൾ വലിയ കിതാബ് ഓതിയ മനുഷ്യൻ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും. ഞാൻ ഒരു കിതാബ് ഓതിയിട്ടില്ല, ഈ ഖുർആനും സുന്നത്തും അല്ലാത്ത കിതാബ്. പാള കിതാബ് വായിക്കാൻ എനിക്ക് സമയമല്ല, അല്ലാതെ തന്നെ ധാരാളം വായിച്ചാൽ തീരുവില്ല ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് അത് വായിച്ചിട്ടാ പറയണത്, അതിന്റെ അപ്പുറത്തുള്ളൊന്നും എനിക്കറിയില്ല. അള്ളയും റസൂലും പഠിപ്പിച്ചേ മതി സ്വർഗത്തിലേക്ക് എന്ന് മിനിമം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിലപ്പുറത്ത് ഹോജ പറഞ്ഞു എന്നുള്ള ഒന്നും ഇസ്ലാം തെളിവല്ല. നിങ്ങള് നല്ല കേട്ട നല്ല ചൊറുക്കുള്ള വാക്കാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനും സുന്നത്തും അറബിയല്ല മൗലവി, ഈ നഹവും സർഫും പഠിക്കാതെ നിങ്ങൾ എങ്ങനെയത് മനസ്സിലാക്കി? പറങ്ങള് അവിടെയാ വിഷയമുള്ളത്. പാള കിതാബ് എന്ന് പറഞ്ഞത് പേരാ. ഞങ്ങളെ കുട്ടികൾക്ക് നമ്മൾ അൽഫീം ബത്തുൽമീനൊക്കെ ഓതി കൊടുക്കും. ഇയാൾ പറഞ്ഞത് പാള കിതാബാണെന്നല്ലേ. സഹോദര, ഈ നഹവ് തിരിയാതെ എങ്ങനെയത് മനസ്സിലാവുക? അവിടെയാണ് വിഷയമുള്ളത്. കൃത്യമായി ഉൾക്കൊള്ളണം. കിതാബ് ഓതേണ്ട ആവശ്യമില്ല, പറ്റൂല. ഇൽമ് നന്നായി വേണം, ഇൽമില്ലാതെ ഒന്നും നടക്കൂല. അതുകൊണ്ടാണല്ലോ ഷാഫി ഇമാമ് വേണ്ട എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി, ഇമാം ഖസ്തല്ലാനിക്ക് ഖുർആൻ തിരിയൂല എന്ന് പറഞ്ഞ ബാലുശ്ശേരി. നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. മുൻഗാമികളെ മൊത്തം തള്ളിയിട്ട് 4 മദ്ഹബും വേണ്ട, ഞങ്ങൾ സ്വന്തം ഖുർആനും സുന്നത്തും ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞ ബാലുശ്ശേരി, അയാൾ ഖുർആൻ ഓതുന്നു എന്ന് നോക്കിക്കോളുങ്ങള്. ഖുർആൻ ഓതുന്നത് തന്നെ തെറ്റ്. ഖുർആനും സുന്നത്തും അറിയാം. നിങ്ങൾക്ക് ഏത് ഖുർആനും സുന്നത്താണ് ഈ മൗലവിമാർക്കെന്നെ അറിയണില്ല. വെറുതെ പറയല്ലതൊന്നും. ബാലുശ്ശേരി ഖുർആൻ ഓതുന്നു നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ പോകണം. ശരിക്ക് കണ്ടോളൂ. അത് നോക്കിയിട്ടാണ് ഓതുന്നത്, കാണാതെ ഓതല്ല, നോക്കിയിട്ടാണ് ഓതുന്നത്. അത് ഓതുന്ന സൂറത്ത് ഏതാ? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫില്ലേ, അതിലെ ഒരായത്താണ് ഓതുന്നത്.
അത് മുഴുവൻ തെറ്റിച്ചിട്ടാണ്. ഒന്ന് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി ഓതാണ്, നോക്കി ഓതാണ്. വലിയ വലിയ ഇമാമിങ്ങൾക്കൊന്നും ഖുർആൻ തിരിയില്ല എന്ന് പറഞ്ഞ അയാൾ ഓതുന്നത് നിങ്ങളൊന്ന് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ ഫസ്ബിർ. ചങ്ങായിമാരെ ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ ഫസ്ബിർ. യദൂന റബ്ബഹും, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ബിൽ ഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും. യുരീദൂന വജ്ഹഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്. അവിടൊക്കെ എല്ലാ സ്ഥലത്തും തെറ്റിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആവർത്തിച്ച് പറയുമ്പോ വീണ്ടും തെറ്റിക്കുക. വിശുദ്ധ ഖുർആൻ എവിടെയാണ് പറഞ്ഞത് കേട്ടോ? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും. പഠിച്ചു വെച്ചോ മുജാഹിദുകളെ, നമ്മൾ വിവരമില്ലാത്തവരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇമാമിങ്ങളെ പിൻപറ്റണം. ചിലർ വൈക്കും മദ്ഹബ് സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സൂറത്തുൻ നിസാഇന്റെ 59-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, വഅത്തീഉർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടണം. പോരാ, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കാര്യമുടെ ആളുകൾ. ആരായി കാര്യമുടെ ആളുകൾ? അതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ, ഫിഖ്ഹ് പഠിച്ച മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അവരെ വിട്ടത് കൊണ്ടുള്ള അടങ്ങാറും കൂടി കാണിച്ച് ഞാൻ നിർത്തുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ പറയണല്ലോ. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഒന്ന് നോക്കിക്കോ, 1-2 ഉദാഹരണം. മുൻഗാമികൾ വേണ്ട, മദ്ഹബ് വേണ്ട, ഞങ്ങൾ ഖുർആൻ സ്വന്തം ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇവരെത്തിപ്പെട്ട ഗതികേട് എടുക്കൂ. നമ്മളെ ഹമീദ് മൗലവിയെ ഒന്നിങ്ങ് കൊണ്ടുവാ. കൃത്യമായി നിങ്ങൾക്കറിയാം, മുൻഗാമികൾ എഴുതിയ മൗലിദും മുൻഗാമികൾ എഴുതിയ മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞ ഒരു മൗലവിയെ നിങ്ങൾക്കിപ്പോൾ കാണാം. കൊണ്ടോട്ടിക്കാരൻ ഹമീദ് മൗലവി. ഇവരൊക്കെയാണ് മദ്ഹബ് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഈ ചങ്ങാതിമാര്. കാണില്ലേ നിങ്ങള്? ഇയാൾ ഭയങ്കര ഗവേഷകനായിട്ട് ഇപ്പോ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മുജാഹിദ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ അടുത്ത് മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു. പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദ് തെറ്റാണ്. നിങ്ങളൊന്ന് ചിന്തിക്ക്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വലിയ മഹാനല്ലേ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദ് തെറ്റാണെന്ന് ഇയാൾ എങ്ങനെ പറയും? പക്ഷേ അത് പറയുമ്പോ ഇയാൾക്ക് ആകെ വെച്ചു പോയി. ഇവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? നിങ്ങൾ പറയണം, തുറന്നു പറയണം. ഇവരെന്താ പറയുന്നത് ഇയാള്? ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലിദിൽ എന്തുണ്ട്? ഒരു വരിണ്ട്, അലാ ഹുവല്ലദീ തബസ്സല ബിഹി ആദം എന്നിങ്ങനെ പറഞ്ഞിട്ട് വസ്തഗാസ ബിഹി നൂഹുൻ. എന്താ അതിന്റെ അർത്ഥം? നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി റസൂലുള്ളാഹിനോട് സഹായം തേടി. ഇയാൾ പറഞ്ഞു തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞതല്ല രസം. ആകെ പേച്ചുപോയി. മുൻഗാമികളെ തള്ളിയപ്പോ ആകെ പേച്ചു. ഇയാൾ തുടങ്ങുന്നതിന് എങ്ങനെയെന്നറിയോ? ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കവും തൂഫാനും ഉണ്ടായി എന്ന് അയാൾ ആദ്യം തന്നെ പറഞ്ഞു. ആരെ കാലത്താ ഇവിടെ തൂഫാനും വെള്ളപ്പൊക്കം ഉണ്ടായത്? ആരെ കാലത്താ? നൂഹ് നബിന്റെ കാലത്തല്ലേ? അതും കൂടി ഇയാൾക്ക് അറിഞ്ഞൂടാ. മുൻഗാമികൾ വേണ്ട, ഞങ്ങൾ സ്വന്തം ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ മൗലവിമാർക്ക് സ്വന്തം ഖുർആനും സുന്നത്തും നോക്കുമ്പോ ലൂത്ത് നബിന്റെ കാലത്താണോ നൂഹ് നബിന്റെ കാലത്താണോ വെള്ളപ്പൊക്കം ഉണ്ടായത്? അറിഞ്ഞൂടാ. അവസാന ഇയാളെ പ്രസംഗം ലൂത്ത് നബിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായി. പ്രസംഗന സ്ട്രോങ് ആയി വന്നപ്പോ നമ്മളെ സംഘാടകൻ ഉണ്ടായിരുന്ന പോലെ പറഞ്ഞു, മൗലവി അത് ലൂത്ത് നബി അല്ല, നൂഹ് നബിയാണ്. പറഞ്ഞു കൊടുത്തിട്ട് ആൾ കേൾക്കണില്ല. അയാൾ പിന്നെയും പറഞ്ഞു ലൂത്ത് നബിന്റെ കാലത്ത് തന്നെ. അവസാനം ഇയാൾക്ക് എപ്പോഴാ ഈ തെറ്റിദ്ധാരണ മാറുന്നതെന്നറിയോ? അവസാനം ഇയാൾ മങ്കൂസ് മൗലിദ് എടുത്ത് വായിച്ചു. അപ്പൊ അതിലെന്താ ഉള്ളത്? ലൂത്തുന്നല്ല, നൂഹുന്ന. നൂഹെന്ന് വായിച്ചപ്പോഴാ മൂപ്പര് മേപ്പെട്ട് നോക്കണം, പഠിച്ചോനെ ഇത് തെറ്റിപ്പോയല്ലോ. അപ്പൊ സംഘാടകൻ പറഞ്ഞു, എന്നോട് നേരത്തെ പറഞ്ഞില്ല നൂഹ് നബിയാണ്. അവസാനം ഇയാൾ മേപ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിതിനൊന്നും കഴിയൂല മക്കളെ. ഒന്ന് കണ്ടങ്ങള്, ഇമാമിങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഗവേഷണത്തിനിറങ്ങിയ മൗലവിന്റെ ഗതികേടാണ്. ഒന്ന് വേഗം കാണിച്ചു കൊടുക്കുക. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുവാ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജയ്നാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജയ്നാഹു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. നല്ല വിവരാതൊക്കെ. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാണ്. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, 19 വയസ്സോളായി. ഇയാളൊക്കെ എന്നും പരിപാടിക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഇമാമിങ്ങളൊന്നും വേണ്ട, ഞങ്ങള് മതി, മങ്കൂസ് മൗലി തെറ്റാന്ന് പറഞ്ഞവന്റെ കഥയെ. ഇനി നോക്കിക്കോ, നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ നാഗൂരിയിൽ ബൾബൂരി. എന്താ പതി? ബൾബൂരിയാണത്രേ. ഞാൻ ഈ അടുത്ത് തലശ്ശേരി എന്നും പറഞ്ഞു ഈ പേര് നിങ്ങൾ എന്നെ എടുത്തോ. ഹനീഫ കായക്കൂടി അൽ ബൾബൂരി, അല്ലെങ്കിൽ മുജാഹിദിൽ ബാലുശ്ശേരി അൽ ബൾബൂരി. അപ്പൊ എന്താ ഇവരെ വിവരം? ഈ ഇമാമിങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ ചെങ്ങായിന്റെ വിവരം എന്താ? അത് ചിന്തിക്കണം, അണികൾ ഉണരണം. അതിനായി പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുക്ക്. അയാൾ എന്നെ പറഞ്ഞുതരും എന്താ മൂപ്പര യോഗ്യത. ഒന്ന് കേട്ടോ, ബാലുശ്ശേരി എന്നെ പറഞ്ഞുതരും എവിടെയാണ്, എന്താണ് ഈ സമുദായത്തിന്റെ ഇമാമിങ്ങളെ മുൻഗാമിയും ഒക്കെ തള്ളിയ ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമുദായം ഉണർന്ന് പ്രവർത്തിക്കുമ്പോ എന്താണ് അതിന്റെ സംഗതി എന്ന് വ്യക്തമാകും. ആയത്തിൽ പറഞ്ഞ വസ്സാബിഖൂനൽ അവ്വലൂന മുതൽ ഓതിയ ആയത്ത് മുഴുവൻ നിങ്ങൾ പരിശോധിക്ക്. ഒന്ന് കേട്ടോ, ബാലുശ്ശേരി പറഞ്ഞു തരും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഞാൻ ഹോട്ടലിൽ ചായയും പറഞ്ഞിട്ടുണ്ട്, ക്ലാസും കഴിയിട്ടുണ്ട്, പാറക്കോറിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ട്. എന്നാ പിന്നെ ആ പണിയെടുത്ത് നടന്നാ പോരെ? ദീൻ പറയാൻ വരണോ? ഇനി എല്ലാ പാർട്ടി അങ്ങനെ ഒന്നും കൂടി കാണിക്കാം. ലാസ്റ്റ് നമ്മളെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടില്ലേ? മുജാഹിദ് ഉള്ളില് തബ്ലീഗ്, ഉള്ളില് മുജാഹിദ്, പുറത്ത് താടിയും തലപ്പാവൊക്കെ ഉണ്ട്. ഓന്റെ അവസ്ഥ എന്താ? അതിങ്ങനെ തന്നെ. വിവരം എന്ന് പറയുന്ന സാധനമല്ല. കുറെ ആളുകൾ ജമാഅത്തിൽ നിന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് വിവരക്കേട് മാത്രം പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ പണ്ഡിത സഭ പറഞ്ഞു അതും പാടില്ല, പുത്തൻവാദിയാണ്, ഉള്ളു വഹാബിസാണ്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം മാത്രം ഇപ്പൊ കാണിക്കാം, ശരിക്കും ശ്രദ്ധിച്ചോ. ആരാത് നിങ്ങളീ കാണുന്നത്? നമ്മളെ മുജാഹിദ് പ്രസ്ഥാന തബ്ലീഗിന്റെ വലിയ നേതാവുണ്ടല്ലോ, എറണാകുളം ജില്ലയിൽ സുബൈർ കൗസി. അയാളെ നിങ്ങൾ എടുത്തു നോക്കി. ഈ അടുത്ത് ഞാൻ അയാൾ ഒരു CD കൊണ്ടു. അപ്പൊ അയാളെ CD എന്താ ഉള്ളതെന്നറിയോ? അയാള് കുറെ ആളുകളെ പാപങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളതാ ഒരു മയ്യത്തിനെ എങ്ങനെ സംസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മയ്യത്ത് സംസ്കരണം എങ്ങനെ, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒരാൾ അവിടെ കെടുത്തിയിട്ടുണ്ട്, മരിച്ചിട്ടില്ല. മരിക്കാത്ത ഒരാളെ മരിച്ചതുപോലെ കെടുത്തിയിട്ട് ആളെങ്ങനെ കഫൻ ചെയ്യാ, താടികെട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, ഈ കൂട്ടത്തിൽ നമ്മൾ കാണുന്നു. നിക്ക് നോക്കാനായിട്ടില്ല, ഞങ്ങൾ ശരിക്കും കേട്ടോളൂ. അയാൾ കണ്ടെങ്കിൽ ഒരാളെങ്ങനെ കെടുത്തിയിട്ടുള്ളത്, വലിയ നേതാവ് അയാൾ തബ്ലീഗ് ജമാഅത്തിന്റെ. നിനക്ക് എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം ക്ലാസ് എടുക്കാൻ. ആ ക്ലാസിന്റെ രൂപങ്ങളൊന്ന് കണ്ടോ? ഒരു രംഗാണിത്. എന്താ? മരിച്ചാൽ എങ്ങനെ താടി കെട്ടാന്ന് ഇയാൾ പഠിപ്പിക്കുകയാണ്. പുത്തൻവാദി ആയാൽ ഇങ്ങനെ ഉണ്ടാവും, മുൻഗാമികളെ തള്ളിയാൽ. താടി കെട്ടൽ പഠിപ്പിച്ചു കൊടുത്ത് നോക്കുമ്പോ താടിയിലല്ല കെട്ടല് വന്ന്, എവിടെ? കഴുത്തിനാ. കെട്ടി നോക്കുമ്പോ കഴുത്തിന കെട്ടല്. അവസാനം ഞാൻ വിചാരിച്ചു അയാളെ കഥ കഴിഞ്ഞു, കാരണം കെടുക്കുന്ന ആള് മരിച്ചിട്ടില്ലല്ലോ. ഒന്ന് കണ്ടോ, അയാൾ താടി കെട്ടൽ പഠിപ്പിക്കാൻ പോകണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അവസ്ഥയല്ലേ ഇത്, അതും അയാൾക്ക് അറിഞ്ഞൂടാ. ഒന്ന് കണ്ടോളൂ, നോക്കിക്കോളൂ, ശരിക്കും നോക്കിക്കോളൂ. നല്ല വിവര. താടി കെട്ടാ മരിച്ചാൽ കെട്ടിക്ക് അയക്ക് അറിഞ്ഞൂടാ, നീ മറ്റയാളെ ഏൽപ്പിക്കുക. കഴുത്തിലാണ് കെട്ടിയ. അയാളെ കഥ ഒന്ന് തീരും. അയാൾ മരിച്ചില്ല, ഇപ്പൊ മരിക്കണ പോലെ.
ഈ കെട്ട് സുന്നത്തൊന്നുമല്ല. ആ കെട്ട് ഏതായാലും സുന്നത്തല്ല, ഉറപ്പാ. എന്താ അതൊക്കെ ഈ ഇങ്ങനെയാണ് മരിച്ചവർ കെട്ടല്. ഈ കെട്ട് എന്തായാലും സുന്നത്തുമല്ല. ആ കെട്ട് സുന്നത്തായാലും ഗതി കെട്ടും ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ മുൻഗാമികളെ പാത പിന്നെ എന്തിനാ ഇതിൽ ആള് ചേരുന്നത്? അതും കൂടി കൽപ്പിച്ചരാം. 556 556 കടുക്ക്. അതിന് നമ്മളെ KB അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നുണ്ട്, എന്തിനാണ് പിന്നെ മുജാഹിദ് ആകുന്നത്? മുൻഗാമികളെ പാത ഒന്നും കൂടല്ല, പിന്നെ എന്തിനാണ് അവര് ഈ കൂടെ വരുന്നത്? അതും കൂടി ഒന്ന് കേട്ടോളൂ. നമ്മളെ ആര് ഈ KB അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു തരും എന്തിനാണ് ഒരാള്. അപ്പൊ എന്തെങ്കിലും ഒരു ദുന്യവിയായ കാര്യത്തിന് പൊരണ്ടാക്കാനോ കുട്ടിനെ കെട്ടിക്കാനോ ഇതിനൊക്കെയാണ് ആളുകൾ മുജാഹിദാകുന്നത്. ശരിക്ക് ചിന്തിച്ചോളൂ സഹോദരന്മാരെ. ഈ വഴിക്ക് അങ്ങ് പോയാൽ ആള് പറയട്ടെ വേഗം പറയട്ടെ, സമയം. ചിലരെന്താ പറയുക അറിയോ? ഞാനിപ്പോ നിങ്ങളെ കൂടി എന്താ അറിയോ, 2-3 കുട്ടികളുണ്ട്, അതൊന്ന് കഴിച്ചായി കിട്ടാനാ. വേറെ ചിലര് പൊര പൊളിഞ്ഞിക്കാനായിരിക്കും, അതുകൊണ്ടാ. അപ്പൊ ചിലര് പൊര പൊളിഞ്ഞിക്കാനായിരിക്കും നമ്മൾ തരാം, നമ്മളെ കൂട്ടി കൂടിയോ. അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതിലൊക്കെ കൂടി നിൽക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. ശരിക്കും ശ്രദ്ധിച്ചോ. ഇവൻ അല്പം അരി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തരും, എന്നാ ഞാനും മുജാഹിദ്. സുഹൃത്തെ ചിന്തിച്ചോ, ഒറ്റ വഴിയേ ഉള്ളൂ, സുന്നത്ത് ജമാഅത്ത്. അത് മുൻഗാമികളെ വഴി. ഇത് പറയുമ്പോ ഒറ്റ ആരോപണം ഉണ്ടാകും കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. മുജാഹിദ് സാധാരണ എല്ലാവരോടും പറയും, ഈ ഇപ്പൊ പറഞ്ഞല്ലോ മുൻഗാമികളെ വഴി, വാപ്പമാരെ വഴി, പൂർവികളുടെ വഴി. ഇത് നേരത്തെ ഫിർഔനും പറഞ്ഞതാണ് കേട്ടോ. സൂറത്ത് അല്ലാഹു തആല സൂറത്ത് ത്വാഹയുടെ 51-ാമത്തെ ആയത്ത് വരെ പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ സമീപത്ത് എന്നുകൊണ്ട് ചോദിച്ചു, ഫിർഔൻ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക് വരണം, നീ റബ്ബല്ല. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഫമർ റബ്ബുക്കുമായ മൂസ, ഓ മൂസാ നബി നിങ്ങളെ റബ്ബാരാണ്? മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ച റബ്ബാണ് ഞങ്ങളെ റബ്ബ്. തുമ്മ ഹദാ, പിന്നെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബ്. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ലൂലാ, അങ്ങനെയാണെങ്കിൽ ഫിർഔൻ ചോദിച്ചു, ഞങ്ങളെ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? ഞങ്ങളെ മുൻഗാമികൾ കാണിച്ചു തന്ന പാത ബിംബത്തെ ആരാധിക്കലാണല്ലോ. അപ്പൊ ഞങ്ങളെ മുൻഗാമികളുടെ അവസ്ഥ എന്താ? മുൻഗാമികൾ മോശക്കാരാണോ? മുൻഗാമികളെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് ഫിർഔൻ പറഞ്ഞു. ഈ ആയത്തോതിയിട്ട് നമ്മളെ അൻസാറിനൊക്കെ ഇറങ്ങി കുട്ടി പ്രസംഗിക്കണ്ടോ? അപ്പൊ ഈ സുന്നി പറയും പോലെയാണ് ഫിർഔനും പറഞ്ഞത്. ഫിർഔൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ മുൻഗാമികളെയാണ് ഞങ്ങൾ പിൻപറ്റിയത്. ഓർത്തോ, ഫിർഔനിന്റെ മുൻഗാമി നമ്മളെ മുൻഗാമി ഒന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഫിർഔന്റെ മുൻഗാമി എന്ന് പറഞ്ഞാൽ ബിംബാരാധകരും മുശ്രിക്കും ഇവരാണ്. നമ്മളെ മുൻഗാമികൾ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ അവരാണ്. നമ്മളെ മുൻഗാമികളോട് പിൻപറ്റാനാണ് ഹദീസ് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹിയുടെ ഒറ്റ ഹദീസ് കൂടി വെക്കുന്നു, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂൻ, അവസാന കാലത്ത് വഞ്ചകന്മാർ വരും, കദ്ദാബൂൻ കളവ് പറയുന്നവർ വരും, യൗതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, അടിവരയിടേണ്ട ഭാഗമാണ്. പുത്തൻവാദികൾ വരും, നബീനവാദികൾ വരും, അവസാന കാലത്ത് വരും. അവർ നിങ്ങളോട് എന്തു പറയും? നിങ്ങളോ നിങ്ങളെ വാപ്പമാരോ നിങ്ങളെ പിതാക്കളോ പൂർവികരോ കേൾക്കാത്തത് പറയും. അപ്പൊ പൂർവികരെ അനുസരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ നമ്മളെ പൂർവികർ ഫിർഔന്റെ പൂർവികർ എന്ന് പറഞ്ഞാൽ ബിംബാരാധകരും മുശ്രിക്കുകളാണ്. അതുപോലെ അല്ല നമ്മുടെ പൂർവികർ. ഇത് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇനി എല്ലാ പുത്തൻവാദികൾക്കും ആദ്യമായി തെറ്റിയ വിഷയം അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് അത് നാളെ കൃത്യമായി ചർച്ച ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയം തൽക്കാലം ഇവിടെ ചുരുക്കുന്നു.